ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി മസാലയൊന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട വേണം. 4 മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വേവിച്ചത് ഉടച്ചെടുത്തിട്ടുണ്ട്, തൊലി മാറ്റിയതിന് ശേഷം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. കൂടെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത്, കൂടെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ മുട്ടയിൽ നിന്നും ഓരോ പീസ് ഇതുപോലെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും. ഇതുപോലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു മുട്ടയുടെ എല്ലാ ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ള ആ മുട്ടയുടെ പീസിലേക്കും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടയുടെ പീസിലേക്കും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കണം. 250ൻ്റെ കപ്പിന് തന്നെയാണ് 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുള്ളത്. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ചുക്കുപൊടി നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ മാവ് നമുക്ക് ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ആ ഒരു പാകത്തിന് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയേ. 1/4 കപ്പ് പൊടിക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം അതും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇതിപ്പം കണ്ടില്ലേ, ഒരുപാട് ലൂസായി പോയിട്ടുമില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുമില്ല. ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് റെഡിയാക്കി. ഇനി നമ്മൾ നിറച്ചെടുത്ത ഓരോ മുട്ടയും ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയേ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ടും കൊടുക്കാം. അങ്ങനെ നമുക്കിത് 2 സൈഡും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് എല്ലാതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.